അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ ബിനുകുമാറിന് UDF പാലക്കൽ നവമാധ്യമ കൂട്ടായ്മ സ്നേഹാദരവ് നൽകി. കൊട്ടിയത്തുള്ള പെട്രോൾ പമ്പിൽ കാറിന് തീപിടിച്ചപ്പോൾ സമയോചിതമായി ഇടപെട്ട് ദുരന്തം ഒഴിവാക്കിയതിനാണ് ആദരവ് നൽകിയത്. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനും പാലക്കൽ സ്വദേശിയുമായ ബിനുകുമാറിനാണ് UDF പാലക്കൽ നവമാധ്യമ കൂട്ടായ്മ ആദരവൊരുക്കിയത്. പലയിടത്തും ആദരവ് ലഭിച്ചുവെങ്കിലും എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ലഭിച്ച ഈ ആദരവിനുള്ള ഒരു സന്തോഷം, ഒരു മധുരം അത് വളരെ കൂടുതലാണ്. അതിന് പ്രധാനമായിട്ടും ഞാൻ ഇതിൻ്റെ സംഘാടകരെ മുഴുവൻ പേര് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടുകാരിൽ നിന്ന് അതൊരു വലിയ ഫയർഫോഴ്സിൻ്റെയും മറ്റ് വേലു ദിവസങ്ങളുടെയൊക്കെ ലഭിച്ചെങ്കിലും അതിനൊരു സന്തോഷം ലഭിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് ലഭിച്ച ഒരു ആദരവാണ്. അത് വളരെയധികം സന്തോഷം നൽകുന്നു. ഒരിക്കൽ കൂടി നവമാധ്യമ കൂട്ടായ്മയ്ക്ക് നന്ദി അറിയിക്കുന്നു. കൊട്ടിയത്ത് പെട്രോൾ പമ്പിൽ കാറിന് തീപിടിച്ചപ്പോൾ സമയോചിതമായി ഇടപെട്ട് അപകടം ഒഴിവാക്കിയതിനായിരുന്നു ആദരവ്. നവമാധ്യമ കൂട്ടായ്മ ഓഫീസിൽ നടത്തിയ ആദരവിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ ഉപഹാരം സമ്മാനിച്ചു. ലളിത ഷാജി അധ്യക്ഷത വഹിച്ചു. രാജീവ് പെരുവിള, നവാസ് കരായിൽ, അമീർ, നജീബ്, ഷുജ, അൻസർ, ഗീതാഭവൻ മോഹൻ, ഹരികുമാർ, ബാബു, അബ്ദുൽ വഹാബ, നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കാരണം റംസാൻ മാസമാണ്, നമ്മൾ വീണ്ടും പ്രാർത്ഥനയ്ക്ക് പള്ളിയിലെത്തേണ്ട സമയമായി. വളരെ സമയം അധികമായതുകൊണ്ട് ഞാൻ ദീർഘമായ വാക്കുകളിലേക്കൊന്നും പറയാതെ തന്നെ പ്രത്യേകിച്ചും ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ഒരു കൂട്ടം ജനങ്ങളെ രക്ഷിക്കാൻ ബഹുമാനപ്പെട്ട ബിനു അണ്ണന് സാധിച്ചത് വളരെ അഭിമാനമാണ്. പ്രത്യേകിച്ചും തേവലക്കരയിലും ചേനക്കര മുക്കിലും പുഴങ്കുളം മുക്കിലുമൊക്കെ നമുക്ക് അഭിമാനത്തോടെ പറയാം, ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒരു സമൂഹത്തെ രക്ഷിച്ചത് നമ്മുടെ ഒരു നാട്ടുകാരനാണ്, നമ്മുടെ ഒരു സഹപ്രവർത്തകരാണ്, നമ്മുടെ ഒരു കുടുംബാംഗമാണെന്നുള്ള കാര്യം ഞാൻ പറയാൻ നിങ്ങൾക്കെല്ലാം അറിയാം. എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും പറയുക, ഈ അവസരത്തിൽ തന്നെ പറയുകയാണ്. വരുന്ന നാളുകളിൽ ഇതിനെക്കാട്ടും വലിയ മികച്ച രീതിയിൽ ഇദ്ദേഹത്തിനൊരു സ്വീകരണം കൂടെ നൽകണമെന്ന് ഇതിൻ്റെ സംഘാടകരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റംസാൻ മാസമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ വാർഷികവും ഒക്കെ അടുത്ത് വരുമ്പോൾ ഇതിനെക്കാട്ടും വലിയൊരു സ്വീകരണം നൽകി പൊതുജനം ഇദ്ദേഹത്തെ അറിയണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ എല്ലാ ആശംസകളും. ന്യൂസ് ബ്യൂറോ, ചവറ.